എന്താണ് സെക്യുലാരിസം? സെക്കുലം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെക്കുലർ എന്ന പദം ഡിറൈവ് ചെയ്തു വരുന്നത്. മതവുമായി ബന്ധമില്ലാത്തതും വേർപിരിഞ്ഞതുമായ അവസ്ഥയെയാണ് ഈ സെക്കുലർ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് മീനിങ് ഓഫ് സെക്യുലാരിസത്തിലേക്ക് പോകാം. എന്താണ് സെക്യുലാരിസത്തിൻ്റെ അർത്ഥം? യൂറോപ്പിലാണ് മതേതരത്വം എന്ന ആശയം ഉത്ഭവിച്ചത്. എന്നാൽ അതിൻ്റെ പ്രായോഗിക കാര്യത്തിൽ അത് സാർവത്രികമായി യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്ത് മുഴുവനും ആ ആശയം പ്രചരിക്കുകയുണ്ടായി. യൂറോപ്പിൽ മധ്യകാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യൻ കോമൺവെൽത്ത് മധ്യകാലത്തിൻ്റെ അവസാനത്തോടെ വിവിധ ദേശീയ പ്രാദേശിക രാഷ്ട്രങ്ങളായി വിഘടിക്കുകയും അതോടൊപ്പം തന്നെ 16-17 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിൻ്റെയും ജ്ഞാനോദയത്തിൻ്റെയും ഫലമായിട്ട് പാശ്ചാത്യ ലോകത്ത് വികസിച്ചു വന്നതായിരുന്നു സെക്കുലറിസം എന്ന ആശയം. അത് യുക്തി, ശാസ്ത്രബോധം, യുക്തിവാദം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് യൂറോപ്പിൽ മധ്യകാലത്തിൻ്റെ അവസാനത്തോടെയും ആധുനികതയുടെ തുടക്കത്തോടെയും ഉണ്ടായി വന്ന ആശയമാണ് സെക്കുലാരിസം എന്നത്. മധ്യകാലത്തെ മതത്തിൻ്റെ നീണ്ടതും വിനാശകരവുമായ പ്രാദേശിക യുദ്ധങ്ങൾ കോണ്ടിനെൻ്റൽ യൂറോപ്പിനെ ക്ഷീണിപ്പിച്ചതിന് ശേഷമാണ് പടിഞ്ഞാറൻ യൂറോപ്പ് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തെക്കുറിച്ചുള്ള ഈ സെക്കുലാരിസം എന്ന ആശയത്തിലേക്ക് മാറി വരുന്നത്. മധ്യകാലത്ത് ക്രിസ്ത്യൻ സഭകളാണ് ഭരണകൂടത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ സഭയെ ഭരണകൂടത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സെക്കുലറിസം എന്ന ആശയം യൂറോപ്പിൽ ഉത്ഭവിച്ചത്. മതത്തെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആശയമായിട്ടാണ് മതേതരത്വം ഉയർന്നു വന്നത്. സർക്കാർ സ്ഥാപനങ്ങളും നയങ്ങളും മതത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണമെന്നും മതവിശ്വാസങ്ങൾ സർക്കാർ തീരുമാനങ്ങളെ, ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളെ ഒരു വിധത്തിലും സ്വാധീനിക്കരുതുമെന്നാണ് മതേതരത്വം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതേതരത്വത്തിൻ്റെ സാരാംശം 2 അടിസ്ഥാന തത്വങ്ങളിൽ നിലകൊള്ളുന്നു. ഒന്ന്, രാഷ്ട്രത്തിൽ നിന്ന് മതത്തെ വേർപ്പെടുത്തുക. മറ്റൊന്ന്, ഭരണകൂടവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളുടെ തികച്ചും സ്വകാര്യമായ കാര്യമായിട്ട് മതത്തെ അംഗീകരിക്കുക. ഈ 2 കാര്യങ്ങളാണ് യൂറോപ്പിലെ പാശ്ചാത്യ മതേതരത്വത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നത്. വിവിധ മതങ്ങൾക്കിടയിൽ ഭരണകൂടത്തിന് നിഷ്പക്ഷതയുടെ ഒരു സ്ഥാനം മതേതരത്വം നൽകുന്നു. ഭരണകൂടം എല്ലാ മതത്തോടും നിഷ്പക്ഷത പുലർത്തുന്നു. അതേസമയം പൗരന്മാർക്ക് ഏത് മതം സ്വീകരിക്കാനുള്ള അവകാശം മതേതരത്വം ഉറപ്പു നൽകുന്നു. മതേതരത്വം മതത്തിന് വിരുദ്ധമായിട്ടല്ല, എല്ലാ മതത്തിൽ നിന്നും ഭരണകൂടത്തെ മോചിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തിന് നിഷ്പക്ഷത പുലർത്തുന്നതാണ് മതേതരത്വം. മതേതര രാഷ്ട്രം എന്നത് മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന രാഷ്ട്രമാണ്. രാഷ്ട്രം ഒരു പൗരനോടും ഇടപെടുമ്പോൾ അവൻ്റെ മതം പരിഗണിക്കാതെ രാഷ്ട്രത്തിന് ഒരു പ്രത്യേക മതവുമായി ഭരണഘടനാപരമായ ബന്ധമില്ലാതെ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാനോ അതിലിടപെടാനോ ശ്രമിക്കാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുന്നതിനെയാണ് മതേതരത്വ രാഷ്ട്രം എന്ന് പറയുന്നത്. ഇതാണ് സെക്കുലാരിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. അതേസമയത്ത് സെക്കുലാരിസം ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിൽ സെക്കുലാരിസത്തിന് ചെറിയ ഒരു മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്, സെക്കുലാരിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മതേതരത്വം എന്ന ആശയം മതങ്ങളോടുള്ള ഭരണകൂടത്തിൻ്റെ നിസ്സംഗത എന്ന അർത്ഥത്തിലല്ല, മറിച്ച് എല്ലാ മതങ്ങളോടും തുല്യമായ രീതിയിൽ പെരുമാറുകയും ഏതൊരു ഇന്ത്യക്കാരനെയും അവൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം ഒഴിവാക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെ പാശ്ചാത്യ ഉപയോഗമല്ല ഇന്ത്യനിസം എന്നാണ് ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ച് ആശിഷ് നിന്ദി എന്ന് പറയുന്ന വലിയ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ
ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ ചിന്തകൻ പറയുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ സെക്യുലാരിസത്തിന് പ്രായോഗികവും സവിശേഷവുമായ സാഹചര്യങ്ങൾ ഒരു പ്രത്യേക അർത്ഥം നൽകുന്നുണ്ട്. പാശ്ചാത്യ ലോകത്തെ മതേതരത്വത്തിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ മതേതരത്വം പോസിറ്റീവ് അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പാശ്ചാത്യ മതേതരത്വത്തിൽ ഭരണകൂടം നിസ്സംഗത പുലർത്തുന്നു. എന്നാൽ ഇന്ത്യൻ മതേതരത്വം എല്ലാ മതങ്ങളോടും തുല്യമായ ബഹുമാനവും തുല്യമായ അകലവുമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മതേതര ഇന്ത്യ, മതമില്ലാത്ത രാജ്യം എന്നല്ല അർത്ഥമാക്കുന്നത്. ഇന്ത്യക്ക് ഔദ്യോഗികമായ മതം ഇല്ലാതിരിക്കുകയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരന്മാർക്കിടയിൽ യാതൊരു വിവേചനം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ മതത്തോടും ചേർത്തു പിടിക്കുന്ന ഒരാശയത്തെയാണ് ഇന്ത്യൻ മതേതരത്വം ഉറപ്പാക്കുന്നത് എന്ന് നെഹ്റു വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിനാൽ ഇന്ത്യയിൽ മതേതരത്വമായല്ല മതനിരപേക്ഷതയായാണ് അക്കാദമികവും ജനകീയവുമായ രാഷ്ട്രീയവുമായ സെക്യുലാരിസത്തിൻ്റെ വ്യവഹാരങ്ങളുടെ കാതലായി പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണ് ഇന്ത്യൻ മതേതരത്വം. പാശ്ചാത്യ മതേതരത്വം നിസ്സംഗതയാണ്. ഒരു മതത്തോടും രാഷ്ട്രത്തിന് യാതൊരുവിധ അടുപ്പവുമില്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരാശയമായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഇന്ത്യൻ മതേതരത്വത്തിനും പാശ്ചാത്യ മതേതരത്വത്തിനും ചില വ്യത്യാസങ്ങളുണ്ട്. അവയാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്ന്, ചരിത്ര പശ്ചാത്തലമാണ്. 16-17 നൂറ്റാണ്ടുകളിലെ നവോത്ഥാനത്തിൻ്റെയും ജ്ഞാനോദയത്തിൻ്റെയും ഫലമായാണ് പാശ്ചാത്യ ലോകത്ത് മതേതരത്വം എന്ന ആശയം ഉടലെടുക്കുന്നത്. അത് യുക്തി, ശാസ്ത്രബോധം, യുക്തിവാദം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയത്. ഇന്ത്യയിൽ വ്യത്യസ്ത മതങ്ങളും സമുദായങ്ങളും ഭാഷാവിഭാഗങ്ങളും ഒരുമിച്ച് നിലനിൽക്കുന്ന സാംസ്കാരികവും മതപരവുമായ വൈവിധ്യമാർന്ന സമൂഹത്തിൻ്റെ പാശ്ചാത്തലത്തിലാണ് മതേതരത്വം എന്ന ആശയം ഉയർന്നു വരുന്നത്. രണ്ടാമത്തത് മതത്തോടുള്ള സമീപനമാണ്. പാശ്ചാത്യ മതേതരത്വം മതത്തോടൊരു ലിബറൽ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ പാശ്ചാത്യ ലോകത്ത് വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഭരണകൂടത്തിനും മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് പാശ്ചാത്യ ലോകത്തെങ്കിൽ ഇന്ത്യയിൽ സർവധർമ്മ സംഭവത്തിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മതങ്ങളുടെയും ഐക്യമെന്ന പോസിറ്റീവായ മതേതരത്വത്തിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ സമീപനമാണ് മതേതരത്വം എന്ന് പറയുന്നത്. വ്യത്യസ്ത മതങ്ങളെയും സമുദായങ്ങളെയും അനുരഞ്ജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഐക്യത്തോടെ കൊണ്ടുപോകുന്നതാണ്, എല്ലാവരോടെയും ചേർത്ത് പിടിക്കുന്നതാണ് ഇന്ത്യൻ സമീപനമെങ്കിൽ പാശ്ചാത്യ സമീപനം എല്ലാ മതങ്ങളോടും നിസ്സംഗമായിട്ടാണ് അവിടെ സമീപനമെങ്കിൽ, പാശ്ചാത്യ ലോകത്തിൻ്റെ സമീപനമെങ്കിൽ ഇന്ത്യയിലെ സമീപനം എന്ന് പറയുന്നത് സർവധർമ്മ സംഭവ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തത് ഭരണകൂടത്തിൻ്റെ പങ്കാണ്. പാശ്ചാത്യ മതേതരത്വത്തിൽ ഭരണകൂടം വിവിധ മതങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും ഒരു പ്രത്യേക മതവും മറ്റുള്ളവരുടെ മതത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. പാശ്ചാത്യ ലോകത്ത് ഭരണകൂടം എല്ലാ മതങ്ങളോടും തുല്യമായ അകലമാണ് വെച്ച് പുലർത്തുന്നത്. അതേസമയത്ത് ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭരണകൂടം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ പങ്ക് പാശ്ചാത്യ ലോകത്ത് എല്ലാ മതങ്ങളെയും തുല്യമായി അകറ്റി നിർത്തുന്നതാണെങ്കിൽ, അവിടെയുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥ വഹിക്കുന്നതാണെങ്കിൽ, അവിടെയുള്ള ആധിപത്യം പുലർത്തുന്നതിനെ ഇല്ലാതാക്കുന്നതാണെങ്കിൽ, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനം. അതാണ് ഇന്ത്യയിലെ മതേതരത്വം. അതേ സമയത്ത് പാശ്ചാത്യ മതേതരത്വം എല്ലാ മതങ്ങളോടും തുല്യമായ അകലമാണ്, ചേർത്ത് പിടിക്കുന്ന പരിപാടിയില്ല. നാലാമത്തത് മതവുമായുള്ള ബന്ധമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പൊതുജീവിതത്തിൽ മതത്തിൻ്റെ സ്വാധീനം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും
മതേതരത്വത്തെ കാണുന്നത്. അതിന് വിപരീതമായി ഇന്ത്യൻ സെക്യുലറിസം ജനങ്ങളുടെ ജീവിതത്തിൽ മതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു. അങ്ങനെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു. അതേസമയം ഭരണകൂടം മതസ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായി തുടരുകയും ചെയ്യുന്നു. ഏതായാലും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പൊതുജീവിതത്തിൽ മതത്തിൻ്റെ സ്വാധീനം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് മതേതരത്വത്തെ കാണുന്നതെങ്കിൽ ഇവിടെ ജനങ്ങളുടെ ജീവിതത്തിൽ മതേതരത്വത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത്. ഇതാണ് പാശ്ചാത്യ മതേതരത്വവും ഇന്ത്യൻ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസം. മൊത്തത്തിൽ ഇന്ത്യൻ മതേതരത്വം എല്ലാ മതങ്ങളുടെയും ഐക്യവും വ്യക്തികളുടെ സ്വാതന്ത്ര്യവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പു നൽകുന്നു. അതേസമയം പാശ്ചാത്യ മതേതരത്വം രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്വാധീനം പരിമിതപ്പെടുത്തുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മതവിരുദ്ധ പ്രത്യയശാസ്ത്രത്തെ സൂചിപ്പിക്കുന്ന പാശ്ചാത്യ മതേതരത്വം ഒരുപാട് മതങ്ങൾ കൂടി ജീവിക്കുന്ന ഇന്ത്യയിൽ പ്രയോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞത്, മതേതരത്വം ഒരു മതത്തോടുമുള്ള നിസ്സംഗതയല്ല ഇന്ത്യയിൽ, മറിച്ച് എല്ലാ മതങ്ങളോടും തുല്യമായ ബഹുമാനമാണ്. അതില്ലാതെ ഇന്ത്യ രാഷ്ട്രത്തിന് ഭാവിയില്ല എന്നാണ് ഇന്ദിരാഗാന്ധി പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും കൃത്യമായ മാറ്റമുണ്ട്. പാശ്ചാത്യ മതേതരത്വം നിസ്സംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് വ്യക്തികളുടെ പൊതുജീവിതത്തിൽ മതത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, മതവുമായിട്ടുള്ള അകലമാണ് ശ്രമിക്കുന്നത്. അതേസമയത്ത് ഇന്ത്യൻ മതേതരത്വത്തിൽ മതങ്ങളെ ചേർത്ത് പിടിക്കാനാണ്, എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കാനാണ് ഇന്ത്യയിൽ ശ്രമിക്കുന്നത്. ഏതായാലും ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ ഭരണഘടനാ വ്യവസ്ഥകൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് സെക്യുലറിസം, ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കുന്നതിൽ ഭരണഘടന നൽകുന്ന വ്യവസ്ഥകളെക്കുറിച്ചാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് സെക്യുലറിസം, മതനിരപേക്ഷതയുടെ ഭരണഘടനാ വ്യവസ്ഥകൾ, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വ്യവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഒരു മതേതരത്വ രാഷ്ട്രത്തിനെയാണ് വിഭാവനം ചെയ്യുന്നത്. രാജ്യത്തിന് ഔദ്യോഗിക മതമില്ലെന്നും ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും അവർക്കിഷ്ടമുള്ള ഏതു മതവും വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും പൂർണ്ണ അവസരവും ഭരണഘടന നൽകുന്നുണ്ട്. ഭരണഘടന ഒരു വ്യക്തിയുടെ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുക മാത്രമല്ല, മതമില്ലാതിരിക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. കൂടാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും കാണിക്കുന്നതിൽ നിന്ന് ഭരണകൂടത്തെ അത് കർക്കശമായിട്ട് തടയുന്നുണ്ട്. മതം നോക്കാതെ എല്ലാ വ്യക്തികൾക്കും ഒരൊറ്റ പൗരത്വം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. 1976 ഭരണഘടനയുടെ 42-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന പദത്തോടൊപ്പം സോഷ്യലിസ്റ്റ് എന്നും മതേതരത്വം എന്നുമുള്ള 2 വാക്ക് കൂട്ടിച്ചേർത്തു. അതോടുകൂടി സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നീ വാക്കുകളായിട്ട് ഭരണഘടന മാറുകയുണ്ടായി, ഭരണഘടനയുടെ ആമുഖം മാറുകയുണ്ടായി. ഇതോടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഈ സെക്യുലാരിസം, മതേതരത്വം എന്ന വാക്ക്, മതനിരപേക്ഷത എന്ന വാക്ക് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വ സ്വഭാവം വിശദീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്, രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിൽ ഒരു മിസ്റ്റിസിസവുമില്ല. മതേതരത്വം ദൈവവിരുദ്ധമോ ദൈവത്തിന് അനുകൂലമോ അല്ല. അത് ഭക്തരെയും നിരീശ്വരവാദികളെയും ഒരുപോലെ പരിഗണിക്കുന്നു. ഇത് ഭരണകൂടത്തിൻ്റെ കാര്യത്തിൽ നിന്ന് ദൈവത്തെ ഒഴിവാക്കുകയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരും വിവേചനം കാണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ത്യയിലെ മതേതരത്വം എന്ന് ഭരണഘടനയെ നിർവചിച്ചുകൊണ്ട്, ഭരണഘടനയുടെ ഈ ആമുഖത്തിലെ മതേതരത്വത്തെ നിർവചിച്ചുകൊണ്ട് ഇന്ത്യയിലെ പരമോന്നത കോടതി, സുപ്രീം കോടതി പറഞ്ഞത്.
ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമം മുഖേനയുള്ള സംരക്ഷണവും തുല്യമായ സംരക്ഷണവും എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു. അതിൽ മതത്തിൻ്റെ പേരിലോ മറ്റൊന്നിൻ്റെ പേരിലോ യാതൊരു വിവേചനവും പാടില്ല. ആർട്ടിക്കിൾ 15 പ്രകാരം മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ വിവേചനവും നിരോധിച്ചിരിക്കുന്നു. ഇത് മതേതരത്വ സങ്കല്പത്തെ കൂടുതൽ വിശദമാക്കുന്നുണ്ട്. കാരണം മതത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും എല്ലാ വിവേചനത്തെയും നിരോധിച്ചിരിക്കുന്നു എന്ന് ആർട്ടിക്കിൾ 15 പറയുന്നു. ആർട്ടിക്കിൾ 16 പ്രകാരം എല്ലാ പൗരന്മാർക്കും പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. അതിൽ മതം, വംശം, ജാതി, ലിംഗം, വംശം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും ഗവൺമെൻറ് തൊഴിലിൻ്റെ കാര്യത്തിൽ അവസരം സമത്വപൂർണ്ണമായിരിക്കും. അതിൽ മതത്തിൻ്റെ മറ്റു കാര്യങ്ങളുടെയൊന്നും വിവേചനങ്ങൾ പാടില്ല. അവസര സമത്വം പ്രഖ്യാപിക്കുന്നു. അതുപോലെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള മൗലികാവകാശങ്ങളിലും മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആ മതം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 പറയുന്നു. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26 പറയുന്നു. മതപരമായ കാര്യങ്ങൾക്ക് ആരും നികുതി നൽകേണ്ടതില്ല എന്ന് ആർട്ടിക്കിൾ 27 പറയുന്നു. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്തത്തിലുമുള്ള സ്ഥാപനങ്ങളിൽ മതബോധം പാടില്ലെന്ന് ആർട്ടിക്കിൾ 28 പറയുന്നു. അതുപോലെ ആർട്ടിക്കിൾ 29, 30 ന്യൂനപക്ഷങ്ങൾക്ക് ചില സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ പ്രത്യേകമായിട്ട് ഉറപ്പ് നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 29 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 30 പ്രകാരം മതത്തെയോ ഭാഷയോ അടിസ്ഥാനത്തിലുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശങ്ങൾ വകവെച്ച് നൽകുന്നു. ഇത്രയുമൊക്കെയാണ് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, മതപരമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്, മതപരമായ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാവുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഒരു വിവേചനവും ആരോടും കാണിക്കാൻ പാടില്ല. രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതവുമില്ല. ഒരു മതത്തോട് പ്രത്യേകം ഇഷ്ടമോ പ്രത്യേകം കൂറോ പ്രത്യേകം വിദ്വേഷമോ പ്രത്യേകം എതിർപ്പോ രാജ്യത്തിനില്ല. മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇസ്മായിൽ ഫാറൂഖി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഭരണഘടനയ്ക്ക് കീഴിലുള്ള മതേതരത്വത്തിൻ്റെ യഥാർത്ഥ ആശയം സുപ്രീം കോടതി ഇനി പറയുന്ന രീതിയിലാണ് സംഗ്രഹിച്ചത്. രാജ്യത്തിന് ഔദ്യോഗികമായി ഒരു മതവുമില്ലെന്ന് ഊന്നിപ്പറയുന്നതിനോടൊപ്പം എല്ലാ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും കാര്യത്തിൽ തുല്യത ഉറപ്പു നൽകുന്നതാണ് നമ്മുടെ മതേതരത്വം. ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകളിലും ഭരണഘടനയുടെ ആമുഖത്തിലും ഈ കാര്യം ഊന്നിപ്പറയുകയും ഈ രീതിയിൽ മതേതരത്വം എന്ന ആശയം ഭരണഘടനാ പദ്ധതിയിൽ ഉൾക്കൊള്ളുന്നുവെന്നും കോടതി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ്, ഒരു മതത്തോടും പ്രത്യേക വിദ്വേഷമോ പ്രത്യേക സ്നേഹമോ പ്രത്യേക അടുപ്പമോ രാജ്യത്തിനില്ല. ഔദ്യോഗിക മതം രാജ്യത്തിനില്ല. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു, മതമില്ലാത്തവരെയും തുല്യമായി പരിഗണിക്കുന്നു എന്നതാണ് ഇന്ത്യൻ മതേതരത്വം. നമ്മൾ ആമുഖം പറഞ്ഞു, പിന്നീട് കുറേ ആർട്ടിക്കിൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിൻ്റെ വ്യവസ്ഥകൾ. ഇത് വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ചലഞ്ചസ് ടു സെക്യുലറിസം, മതേതരത്വത്തോടുള്ള വെല്ലുവിളികളാണ്. ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു. ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ് എന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും മതേതരത്വ ഘടനയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന വർഗീയ ഘടകങ്ങളുടെ അടയാളങ്ങൾ പലപ്പോഴും രാജ്യത്ത് ഉണ്ടാകാറുണ്ട്. നിരവധിയായ വർഗീയ കലാപങ്ങൾക്കും ഇടയ്ക്കിടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്?
വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യം വളർത്തുന്നതിൽ ഇന്ത്യൻ മതേതരത്വം പരാജയപ്പെട്ടോ? മതേതരത്വ ശക്തികളെക്കാൾ ശക്തമാണോ വർഗീയ ശക്തികൾ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മതേതരത്വം എന്ന സങ്കല്പത്തിൽ ഇന്ത്യ സ്വീകരിച്ച സാഹചര്യങ്ങളും സ്വാതന്ത്ര്യാനന്തരം അതിൻ്റെ പ്രവർത്തനവും നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയെ മത സമുദായങ്ങളുടെ ഒരു കോൺഫെഡറേഷനായിട്ടാണ് ഇന്ത്യ നിലവിൽ വരുന്നത്. അതോടെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും സംയോജനമായി അത് മാറി. അതിൻ്റെ ഫലമായി രാഷ്ട്രീയത്തിൽ മതം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതോടെ വർഗീയ രാഷ്ട്രീയം ഏറ്റവും അപകടകരമായ രീതിയിലേക്ക് പോവുകയും ചെയ്തു. നമ്മുടെ രാജ്യം നിലവിൽ വരുമ്പോൾ തന്നെ നമ്മുടെ രാജ്യം ഒരു റിലീജിയസ് റിഡൻ സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതങ്ങളെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഉണ്ടായി വന്നത്. അതേ സമയത്ത് ഈ മതങ്ങളെ കൂടി അക്കോമഡേറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ വർഗീയത അതിൻ്റെ പാരലായിട്ട് സഞ്ചരിക്കുകയുണ്ടായി. വർഗീയതയും ഫാസിസവും രാഷ്ട്ര ജീവിതത്തിൽ പിടിമുറുക്കുമ്പോൾ ആ പിടി അയക്കാനും മതനിരപേക്ഷതയെ പരിപോഷിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ഈ മതനിരപേക്ഷതയെ പരിപോഷിപ്പിക്കാനും ശക്തിപ്പെടുത്താനും സംഘടിതവും അർപ്പണബോധവും നിശ്ചയദാർഢ്യവുമുള്ള ഒരു ശ്രമവും രാജ്യത്ത് നടന്നില്ല. ഇന്ത്യയിലെ മതേതരത്വത്തെ മുസ്ലിം പ്രീണനം എന്നാണ് ഹിന്ദുത്വവാദികൾ പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ മതേതരത്വ സങ്കല്പത്തെ ഇസ്ലാം വിരുദ്ധതയായിട്ടാണ് മുസ്ലിം മതമൗലികവാദികളും ഒരേ സമയത്ത് കാണുന്നത്. ഇത് ഒരേ സമയം മതേതരത്വത്തെ കൃത്യമായി മനസ്സിലാകാത്ത അപകടകരമായ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും രാഷ്ട്രീയ ലാഭവിഹിതം നേടാനുള്ള ഒരു മതമൗലിക ഹിന്ദുത്വ പ്ലാറ്റ്ഫോമിലാണ് സംഘപരിവാറിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയ മുഖമായ BJPയുടെയും ശ്രമം നടന്നത്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി അവർ ചിത്രീകരിച്ചു. BJPയും സംഘപരിവാറും തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങളുടെ സംരക്ഷണത്തിനായി അയോധ്യയെയും രാമനെയും മറ്റ് ഹിന്ദു ചിത്രങ്ങളെയും ഹിന്ദു ഐക്കണുകളെയും തുടർച്ചയായി ഉപയോഗിച്ചു. ഇതെല്ലാം അവർക്ക് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി. 1992 ബാബേരി മസ്ജിദ് തകർക്കപ്പെടുന്നത് കണ്ട് ഇന്ത്യൻ ജനത പരിഭ്രാന്തമായി. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ലാഭവിഹിതം അവർക്കുണ്ടായി. ഹിന്ദു വർഗീയത നിയന്ത്രണാതീതമായി. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വർഗീയത നിയന്ത്രണാതീതമായി തുടരുന്നു. കഴിഞ്ഞ മാർച്ച് 30 നടന്ന രാമനവമി ആഘോഷങ്ങളിൽ രാജ്യത്തെമ്പാടും ആക്രമണങ്ങൾ അരങ്ങേറിയത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആശീർവാദത്തോടെയായിരുന്നു. ബീഹാറിൽ, രാജസ്ഥാനിൽ, ജമ്മു കാശ്മീരിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ, പശ്ചിമ ബംഗാളിൽ, ജാർഖണ്ഡിൽ, കർണാടകയിൽ, ഉത്തർപ്രദേശിൽ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ രാമനവമി ആഘോഷയാത്ര മുസ്ലിം പ്രദേശങ്ങളിലേക്ക് നീട്ടിയും മുസ്ലിം പള്ളികളിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞും നിരപരാധികളായ മനുഷ്യരെ ആക്രമിച്ചും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയുമാണ് ഹിന്ദുത്വവാദികളായ സംഘപരിവാർ സംഘങ്ങൾ അഴിഞ്ഞാടിയത്. ഇപ്പോൾ നിങ്ങൾ പാതി മാത്രമേ മുറിച്ചുള്ളൂ, ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളെ മുറിച്ചു കളയും എന്നായിരുന്നു ഹൈദരാബാദിൽ ഹിന്ദു തീവ്രവാദിയും മുൻ BJP MLAയുമായ D. രാജസിംഗ് പ്രസംഗിച്ചത്. ഗുജറാത്തിലെ വഡോദരയിൽ വെച്ച് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് പ്രഖ്യാപിച്ചത് 2002 ഞങ്ങൾ ആവർത്തിക്കും എന്നാണ്. ഗുജറാത്തിലെ വംശഹത്യ, മുസ്ലിം വംശഹത്യ 2002 നടന്നത് ഇനിയും ആവർത്തിക്കുമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് പ്രഖ്യാപിച്ചത്. പശ്ചിമ ബംഗാളിലെ ബാത്പാരയിൽ വാളുകൾ കയ്യിലേന്തിയാണ് രാമനവമി ശോഭയാത്ര നടത്തിയത്. ഹൗറയിൽ നടന്ന ശോഭയാത്രയിൽ ചിലർ തോക്കുകളുമായിട്ടാണ് എത്തിയത്. മുംബൈയിലെ മലാഡിൽ മൽവാനി മോസ്കിന് മുന്നിൽ തടിച്ചുകൂടിയ രാമനവമി ശോഭയാത്രക്കാർ പ്രകോപനപരവും കൊലവിളി മുദ്രാവാക്യവുമാണ് വിളിച്ചത്. ബീഹാറിലെ മുംഗേറിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങളുമായി നടന്നു ചെന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ജയ് ശ്രീറാം, മിയോ കോ കോട്ടെ, മുസ്ലിങ്ങളെ കൊല്ലുക എന്ന മുദ്രാവാക്യം വിളികളോടെയായിരുന്നു രാമനവമി ഘോഷയാത്ര ബീഹാറിൽ നടന്നത്. മധ്യപ്രദേശിലെ ഇൻദോറിൽ ക്രിസ്ത്യൻ വീടുകളിലേക്ക് ഇരച്ചുകയറി അവരുടെ പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുകയാണ് ഇവർ ചെയ്തത്. ജാർഖണ്ഡിലെ ബൊക്കോറോ ഗർഗാളി ബസാറിൽ സ്വാതി പ്രാച്ചിയുടെ വിദ്വേഷ പ്രസംഗം മതഭ്രാന്ത് തലയിൽ കയറിയ സംഘപരിവാർ പ്രവർത്തകർക്കുള്ള വെടിമരുന്നായി മാറി.
അടുത്തു തന്നെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രാച്ചിയുടെ പ്രവചനം. മധ്യപ്രദേശിലെ ഗാണ്ഡവയിൽ രാമനവമി ഘോഷയാത്രയോടനുബന്ധിച്ച് നടന്ന റാലി മുസ്ലിം പള്ളികൾക്ക് മുന്നിൽ വെച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ വന്ദേ മാതരം ആലപിക്കണമെന്നായിരുന്നു സംഘപരിവാർ ഭീഷണി. ഗുജറാത്തിലെ സോംനാഥിൽ ഗാജ്ജൽ ഷിംഗോ മുസ്ലിം സ്ത്രീകൾ ഹിന്ദുക്കളെ വിവാഹം ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ലവ് ജിഹാദികളുടെ ലങ്ക ചുട്ടുകരിക്കണമെന്നായിരുന്നു മറ്റൊരു പ്രസംഗത്തിൽ കാജൽ ശിംഗ്ല അക്രമിക കൂട്ടങ്ങളോട് ആവശ്യപ്പെട്ടത്. ഹരിയാനയിലെ പാനിപ്പത്തിൽ പശുക്കടുത്ത് ആരോപിച്ചു ഒരു ട്രക്ക് ഡ്രൈവർക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടുകൊണ്ടായിരുന്നു രാമനവമി ആഘോഷം നടന്നത്. കർണാടകയിലെ രാംനഗറിൽ പശുക്കളെ കടത്തിയെന്നാരോപിച്ച് ഒരു മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തി. പുനീത് കരഹള്ളി എന്ന ഹിന്ദുത്വ തീവ്രവാദിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത നൂറുകണക്കിന് അക്രമ സംഭവങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം സംഘപരിവാർ അരങ്ങേറിയത്. സമകാലിക ഇന്ത്യയിലെ സംഭവവികാസങ്ങളെല്ലാം ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കുന്നതാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രാജ്യത്തിന് മൊത്തത്തിൽ ദോഷകരമാണ്. സജഷൻ ടു പ്രൊട്ടക്റ്റ് സെക്യുലറിസം, മതേതരത്വത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ നിർദ്ദേശങ്ങളും ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്തെ നിർദ്ദേശം, ഇന്ത്യയിലെ ഓരോ പൗരനും മതേതരത്വവൽക്കരിക്കപ്പെടണം. ഒരു മതേതരത്വ ജീവിത രീതിയെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവണം. മറ്റുള്ളവരുടെ വികാരങ്ങളെ കൂടി മാനിക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും തയ്യാറായിരിക്കണം. മറ്റൊന്ന്, ഓരോ സമുദായവും മറ്റു സമുദായങ്ങളോട് സൗഹാർദ്ദം വെച്ചു പുലർത്തുകയും മറ്റു സമുദായങ്ങളുടെ വികാരങ്ങളെ മാനിക്കുകയും വേണം. അങ്ങനെ സമുദായങ്ങൾക്കിടയിൽ ഒരു മതേതരത്വ ജീവിത രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് രാജിൻ്റെ വർഗീയ ഹാങ് ഓവർ ഇല്ലാതാക്കുന്നതിനും സംയോജിത ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നില്ലെന്ന് ഭരണകൂടം ഉറപ്പുവരുത്തണം. ന്യൂനപക്ഷത്തിനെതിരെ ഭൂരിപക്ഷത്തിൻ്റെ മതമൗലികവാദം ഊട്ടിയുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ഭരണകൂടത്തിന് സാധിക്കണം. മറ്റൊരു സജഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ വഴിയിലെ മറ്റൊരു തടസ്സം തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ നിർമ്മിക്കുന്നതാണ്. സമീപ വർഷങ്ങളിൽ വർഗീയതയുടെ തീജ്വാലകൾ മനഃപൂർവ്വം ആളിക്കത്തിക്കുന്ന നിരുത്തരവാദിത്വപരമായ പ്രവർത്തനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ വെല്ലുവിളിയാണ്. ഇത് സംയോജിതമായി തടയാൻ, സമചിത്തതയോടെ തടയാൻ ചില ഘടനാപരമായ സുരക്ഷാ മാർഗങ്ങൾ രാഷ്ട്രം നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട് എന്നത് മറ്റൊരു സജഷനാണ്. മറ്റൊന്ന്, മതസാമുദായിക പ്രശ്നത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശമാണ് സാംസ്കാരിക മതപരമായ സ്വത്വം നിർമ്മിക്കപ്പെടുന്നത്. ചരിത്രം പക്ഷപാതിത്വപരമായി പഠിപ്പിച്ചതിനാലാണ് ഈ സ്വത്വ പ്രതിസന്ധി ഇന്ത്യയിൽ ഉടലെടുത്തത്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്രത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ചരിത്രത്തെ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും ഈ മതസ്വത്വത്തിൽ നിന്ന് മനുഷ്യസ്വത്വത്തിലേക്ക്, മനുഷ്യത്വത്തിലേക്ക്, അങ്ങനെ മാനവിക കാഴ്ചപ്പാടിലേക്ക് മനുഷ്യരെ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു സജഷൻ. മറ്റൊന്ന്, വിദ്യാഭ്യാസ രംഗത്ത് മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകണം. നമ്മുടെ രാജ്യത്തെ മതങ്ങളുടെ, അവരുടെ പാരമ്പര്യങ്ങളുടെ ഈ ബഹുത്വത്തെ എല്ലാവരും അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്ന വിദ്യാഭ്യാസം നമ്മൾ നൽകണം. അതോടൊപ്പം മറ്റേതൊരു മതസ്വത്വവും പരിഗണിക്കാതെ മനുഷ്യനോടുള്ള കൂറ് വളർത്തിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ വിദ്യാഭ്യാസം, ജനാധിപത്യപരമായ വിദ്യാഭ്യാസം ഇന്ത്യയിലെ എല്ലാവർക്കും നൽകണം. എല്ലാ മതങ്ങളെയും പരിഗണിച്ചുകൊണ്ട്, മതമില്ലാത്തവനെയും പരിഗണിച്ചുകൊണ്ട് മനുഷ്യാന്തസ്സിലേക്ക് ഉയർന്ന മാനവിക ചിന്തയുടെ ആശയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകണം. മറ്റൊന്ന്, സാമൂഹികവും മതപരവുമായ പരിഷ്കാരങ്ങളില്ലാതെ ഇന്ത്യയിലെ മതേതരത്വം സാധ്യമല്ല. യുക്തിക്ക് നിരക്കാത്ത ആചാരങ്ങളും നിയമങ്ങളും മാറ്റണം. ആചാരങ്ങൾക്കപ്പുറം മനുഷ്യസ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്കപ്പുറം ആചാരബദ്ധമായ സമൂഹത്തിനപ്പുറം ഈ സ്നേഹത്തിൻ്റെ വിശ്വാസത്തെ, സ്നേഹത്തിൻ്റെ ആദർശത്തെ, സ്നേഹത്തിൻ്റെയും മതമൈത്രിയുടെയും വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം നൽകണം
എല്ലാ മതങ്ങളുടെയും സന്ദേശം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നതാണ്. മതത്തിൻ്റെ ഈ സുപ്രധാന സന്ദേശം ആചാരബദ്ധതയ്ക്കപ്പുറമായിട്ട് ഈ സന്ദേശത്തെ എല്ലാവരിലും വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇന്ത്യക്കാർക്കിടയിൽ, മനുഷ്യർക്കിടയിൽ ഈ സ്നേഹത്തിൻ്റെ, കരുണയുടെ, സൗഹാർദ്ദത്തിൻ്റെ, മതമൈത്രിയുടെ, മതനിരപേക്ഷതയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ രാജ്യത്ത് മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട്, ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസായിട്ട് നിലനിൽക്കുന്ന ഈ വർഗീയതയെ തുരത്താനും മതേതര ജനാധിപത്യ സമൂഹത്തെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ആ ചാപ്റ്ററിൽ തന്നെ പറയാനുള്ളത് കമ്മ്യൂണലിസവുമായി ബന്ധപ്പെട്ടാണ്. കമ്മ്യൂണലിസം, വർഗീയത. വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണലിസം എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ കമ്മ്യൂണിസം എന്ന് എഴുതരുത്. ഞാൻ പലപ്പോഴായിട്ട് പരീക്ഷ പേപ്പർ നോക്കിയപ്പോൾ വിദ്യാർത്ഥികൾ പലരും കമ്മ്യൂണലിസം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് എസ്സേ ഒക്കെ ചോദിച്ചിട്ട് കമ്മ്യൂണിസം എന്നും CPIM CPM എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചതായിട്ട് കണ്ടു. അതൊന്നും ശരിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണലിസം എന്നാണ്, കമ്മ്യൂണിസം എന്നല്ല, കമ്മ്യൂണലിസം. കമ്മ്യൂണലിസം എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് വർഗീയതയെക്കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കണം. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ വർഗീയത. എന്താണ് വർഗീയത എന്ന് പറഞ്ഞാൽ? ജനങ്ങൾ അവരുടെ മതപരമോ വംശീയമോ ആയ സ്വത്വങ്ങളെ അടിസ്ഥാനമാക്കി സംഘടിതരാവുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആ സ്വത്വങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെടുകയും സ്വാധീനിക്കപ്പെടുകയും ചെയ്യുകയും വൈവിധ്യമാർന്ന മതങ്ങളുള്ള രാജ്യത്ത് രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് തങ്ങളുടെ ഈ മതസ്വത്വങ്ങളെ, മതവികാരങ്ങളെ ഒരു ഉപകരണമാക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. സ്വന്തം മതവിഭാഗത്തോടുള്ള അന്ധമായ വിശ്വസ്തതയും ആ വിശ്വാസത്തെ ഒരു വികാരമാക്കി ഉയർത്തി അനുകൂലമോ പ്രതികൂലമോ ആയ ആളുകളെ അണിനിരത്താനുള്ള ഒരു ഉപകരണമായും വർഗീയത പ്രയോഗിക്കുന്നുണ്ട്. ഒരു മതത്തിൻ്റെ വിശ്വാസങ്ങളും മൂല്യങ്ങളും മറ്റൊരു മതത്തിനെതിരായ മത്സരവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ മതങ്ങളോടും വിശ്വാസങ്ങളോടുമുള്ള സജീവമായ ശത്രുതയും എതിർപ്പും വർഗീയത ഉണ്ടാക്കുന്നു. ഇത് പലപ്പോഴും സമൂഹത്തെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. പ്രഭാത് ദീക്ഷിത് എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ ചിന്തകർ പറഞ്ഞത്, മതപരവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ് വർഗീയത എന്നാണ്. അസ്കർ അലി എഞ്ചിനീയറും മൊയിൻ ഷാക്കിർ, അബ്ദുൽ അഹമ്മദ് എന്നിവരൊക്കെ കൂടി പറയുന്നതും ഡെഫിനിഷനായിട്ടും നിർവചിക്കുന്നതും ആളുകളെ ഭിന്നിപ്പിച്ച് അധികാരം കേന്ദ്രീകരിക്കാനുള്ള ഒരു ഉപാധിയാണ് വർഗീയത എന്നാണ്. അപ്പോൾ വർഗീയത എന്ന് പറയുന്നത് ഈ മതവികാരങ്ങളെ, മതവിശ്വാസങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയും ആ രാഷ്ട്രീയ ഉപയോഗപ്പെടുത്തലിലൂടെ മറ്റു മതങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ശത്രുതയും എതിർപ്പും വർഗീയതയുടെ ഭാഗമായിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നത് വർഗീയതയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. വർഗീയതയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാവാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവയാണ്. ഒന്ന്, അത് ദേശീയ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ്. വർഗീയത ദേശീയ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും, രാജ്യത്തിൻ്റെ ഈ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണ്. മറ്റൊന്ന്, ഇത് രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സംഘർഷങ്ങൾക്ക് പ്രേരിപ്പിക്കും. മറ്റൊന്ന്, ഇത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ, സമുദായങ്ങൾക്കിടയിലും ഭിന്നത ഉണ്ടാക്കും. ഇതൊക്കെയാണ് വർഗീയത രാജ്യത്തുണ്ടാക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ മതവർഗീയത ഉടലെടുത്തത്. 1947 ഇന്ത്യ വിഭജനവും ഇതിൻ്റെ ഫലമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം വർഗീയത ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് അവസാനിച്ചില്ല. സ്വാതന്ത്ര്യാനന്തരം കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ നിരവധി വർഗീയ കലാപങ്ങളാണ് രാജ്യത്തുണ്ടായത്. അപ്പോൾ കൊളോണിയൽ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വർഗീയത ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായതെങ്കിലും അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നർത്ഥം. ഇന്ത്യയിലെ വർഗീയതയുടെ വളർച്ച
സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലവും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലവുമായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്ത് ഇന്ത്യയിലെ വർഗീയതയുടെ വളർച്ചയാണ് നോക്കുന്നത്. സ്വതന്ത്ര സമര കാലത്ത് ഇന്ത്യൻ ജനത പ്രാദേശിക മതജാതി വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുമിച്ച് പോരാടാൻ ആരംഭിച്ചു. ഈ സമയത്ത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഇന്ത്യക്കാർക്കിടയിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം തുടങ്ങി. ഇത് ഇന്ത്യൻ ജനതയെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഹിന്ദു മഹാസഭ, RSS, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ ആവിർഭാവം ഈ പ്രവണതയുടെ, ഈ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. മാത്രമല്ല, കൊളോണിയൽ ശക്തികൾ അവരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിലൂടെ ഇന്ത്യയിൽ വർഗീയതയുടെ വളർച്ചയ്ക്ക് കൂടുതൽ സംഭാവന നൽകുകയാണ് ചെയ്തത്. വർഗീയതയെ തടയാൻ ദേശീയ പ്രസ്ഥാനത്തിനും അതിൻ്റെ തുടക്കകാലത്ത് സാധിച്ചില്ല. മാത്രമല്ല, അക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിലും ഹിന്ദു പാരമ്പര്യത്തിൻ്റെ മാനങ്ങൾ ഉണ്ടായിരുന്നു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് തുടങ്ങിയ നേതാക്കൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ തുടക്കത്തിൽ ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ മഹാറാണ പ്രതാപ്, ശിവജി തുടങ്ങിയ ഹിന്ദുത്വ ഇമേജുകൾ ഉയർത്തിക്കാട്ടിയിട്ടായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ കൂട്ടിയത്. ഇവർ ഉയർത്തിക്കാണിക്കുന്ന ഈ ഹിന്ദുത്വ ഇമേജുകൾ അവർ മുഗൾ ഭരണാധികാരികളുടെ എതിരാളികളായിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടി. തിലക് സംഘടിപ്പിച്ച ഗണപതി ഉത്സവവും ശിവജി ഉത്സവവും കൊളോണിയൽ ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലും അത് സ്വാഭാവികമായും മുസ്ലിങ്ങൾക്കിടയിൽ സംശയം സൃഷ്ടിച്ചു. ഈ ആശയം ആത്യന്തികമായി അവസാനം ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയത്തിലേക്ക് എത്തുകയും മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തുകയും ചെയ്തു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഗാന്ധി വന്ന സമയത്ത് ഈ വർഗീയത ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വർഗീയത അപ്പോഴേക്കും ഇന്ത്യൻ മണ്ണിൽ വലിയ തോതിൽ വേരാണ്ടിരുന്നു. ഇത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്കാണ് നയിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ വർഗീയതയുടെ വളർച്ചയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓരോരോ സംഭവങ്ങളായിട്ട് പറയാം. ഇന്ത്യയുടെ വിഭജനമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. 1947 ഇന്ത്യയുടെ വിഭജനം വർഗീയ കലാപത്തിൽ കലാശിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും അതിർത്തികളുടെ ഇരുവശത്തുമായിട്ട് പലായനം ചെയ്യപ്പെടുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം അഭയാർത്ഥികളുടെ പുനരധിവാസം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറി. 1947 വിഭജനത്തിൻ്റെ ആഘാതത്തിന് ശേഷം ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ കുറഞ്ഞെങ്കിലും 1961 ജബൽപൂർ കലാപത്തിന് ശേഷം അത് വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നീട് സിഖ് വിരുദ്ധ കലാപം സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വർഗീയ കലാപമായിരുന്നു. 1984 സിഖ് വിരുദ്ധ കലാപം. 1984 സിഖ് വിരുദ്ധ കലാപം ഇന്ത്യയിലെ വർഗീയതയുടെ മറ്റൊരു തെളിവായി മാറി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സിഖ് സുരക്ഷാ ഗാർഡുകൾ കൊലപ്പെടുത്തിയതിന് ശേഷം തൻ്റെ സുരക്ഷാ ഗാർഡുകൾ, ഇന്ദിരാഗാന്ധിയുടെ തന്നെ സുരക്ഷാ ഗാർഡുകളിൽ ഉണ്ടായിരുന്ന 2 സിഖ് ഗാർഡുകൾ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയതിന് ശേഷം സിഖ് ജനങ്ങൾക്കെതിരെ, സിഖ് മതവിശ്വാസങ്ങൾക്കെതിരെ സിഖ് വിരുദ്ധ ജനക്കൂട്ടം സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തത്. ഇതൊരു വലിയ വർഗീയ കലാപമായിരുന്നു രാജ്യത്ത്. മറ്റൊന്ന് 1989 കാശ്മീർ ഹിന്ദു പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടായ വർഗീയ കലാപമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു സമുദായങ്ങളും സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ജീവിച്ചിരുന്ന കശ്മീരിൽ പക്ഷെ തീവ്ര ഇസ്ലാമിക ഭീകരതയുടെ വളർച്ച അസ്ഥിരമാക്കുകയാണ് ചെയ്തത്. ബാഹ്യ ഘടകങ്ങളുടെ പിന്തുണ ലഭിച്ച ഭീകരവാദം 1989-90കളിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലകൾക്കും തായ്വരയിൽ നിന്ന് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വലിയ തോതിലുള്ള പലായനത്തിനും കാരണമായി. ഇത് കശ്മീരി പണ്ഡിറ്റുകളുടെ പദവി സ്വന്തം രാജ്യത്തെ അഭയാർത്ഥികളാക്കി ചുരുക്കി. കാശ്മീർ ഇപ്പോഴും വർഗീയ കലാപത്തിൻ്റെ പിടിയിലായി. 1989 ഈ കശ്മീരി ഹിന്ദു പണ്ഡിറ്റുകൾക്ക് നേരെയുണ്ടായ വർഗീയ കലാപം രാജ്യം കണ്ട ഏറ്റവും വലിയ മറ്റൊരു വർഗീയ പ്രശ്നമായിരുന്നു.
മറ്റൊന്ന് ബഗൽപൂർ കലാപമാണ്. 1989 ബഗൽപൂർ കലാപം. 1989 ബഗൽപൂരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള അക്രമത്തിൽ 1000-ഓളം മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. 50,000-ഓളം ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. രാമജന്മഭൂമി പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കലാപം ആരംഭിച്ചത്. മുഹറം, വിഷേരി, പൂജ ആഘോഷങ്ങൾക്ക് ഒത്തുവന്ന സമയത്താണ് ഈ സംഘർഷം ഉണ്ടായത്. മറ്റൊന്ന് ബാബരി മസ്ജിദ് പൊളിച്ചൊരു പ്രശ്നമാണ്. 1992 മധ്യകാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ പേരിൽ ബാബരി മസ്ജിദ് എന്ന പേരിൽ ഒരു മസ്ജിദ് പണി കഴിപ്പിക്കുകയുണ്ടായി. അത് മിർബാക്കി എന്ന മുഗൾ ജനറൽ ആയിരുന്നു അത് പണി കഴിപ്പിച്ചത്. എന്നാൽ ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം രാമജന്മഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം രാജ്യത്ത് ഒടുനീളം നടക്കുകയുണ്ടായി. 1992 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കർഷകർ അയോധ്യയിൽ ഒത്തുകൂടുകയും മസ്ജിദ് തകർക്കുകയും ചെയ്തു. ഈ മസ്ജിദുകൾ തകർത്തതിന്റെ ഫലമായി മാസങ്ങളോളം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങളുണ്ടായി. ഇത് കുറഞ്ഞത് 2000 പേരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ഗോദ്ര കലാപമാണ്. 2002 അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന 58 ഹിന്ദു കർഷകർ കൊല ചെയ്യപ്പെട്ടത് സബർമതി എക്സ്പ്രസിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചാണ്. ഗോദ്ര കലാപത്തിന് അങ്ങനെയാണ് കാരണമായത്. ഇതിനെ തുടർന്ന് ഗുജറാത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ മാസങ്ങളോളം വർഗീയ കലാപങ്ങൾ നടന്നു. നിരവധി പേർ നിഷ്കരുണം കൊല്ലപ്പെട്ട ഈ സംഭവം സംസ്ഥാന ചരിത്രത്തിലെ ഒരു കറുത്ത പാടായിട്ട് മാറുകയുണ്ടായി. കലാപത്തിൽ 2000-ലധികം മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെടുകയുണ്ടായി. മറ്റൊന്ന് ആസാമിലെ കലാപമാണ്. വർഗീയ കലാപം 2012 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ബംഗ്ലാദേശ് ജനതയുടെ വലിയ തോതിലുള്ള കുടിയേറ്റം പലപ്പോഴും വർഗീയ വംശീയ സംഘർഷങ്ങളിൽ കലാശിക്കുകയുണ്ടായി. 2012 ബോഡോ ഗോത്രങ്ങളിലെ 4 യുവാക്കളെ അജ്ഞാതർ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് സ്വദേശീയരായ ബോഡോകളും മുസ്ലിങ്ങളും തമ്മിൽ വർഗീയ കലാപങ്ങളുണ്ടായി. കലാപത്തിൽ 80ഓളം ആളുകളുടെ മരണത്തിനും 500 ഗ്രാമങ്ങളുടെ നാശത്തിനുമൊക്കെ കാരണമാവുകയുണ്ടായി. മറ്റൊന്ന് മുസാഫർ നഗറിലെ 2013 ആക്രമണമാണ്. 2013 ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിൽ ജാട്ടുകളും മുസ്ലിം സമുദായവും തമ്മിൽ വർഗീയ സംഘർഷം ഉണ്ടായി. കലാപത്തിൽ 62 പേർ കൊല്ലപ്പെടുകയും 5000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപമായിരുന്നു അത്. ഇങ്ങനെ രാജ്യത്ത് 75 വർഷത്തെ സ്വാതന്ത്ര്യാനന്തര രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ നിരവധിയായ വർഗീയ കലാപങ്ങൾ ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളുടെ സവിശേഷതകളാണ് നോക്കുന്നത്. ഇന്ത്യയിലെ കലാപങ്ങൾ കൂടുതലും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് ആദ്യത്തെ സവിശേഷത. ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾ മതപരമായ കാരണങ്ങളാൽ ഉണ്ടാകുന്നതിനേക്കാൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഉണ്ടാകുന്നത്. 1970-കളിലെ മഹാരാഷ്ട്രയിലെ വർഗീയ കലാപങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച മദൻ കമ്മീഷൻ വർഗീയ സംഘർഷങ്ങളുടെ പ്രാഥമിക നിർമ്മാതാക്കൾ രാഷ്ട്രീയക്കാരും വർഗീയവാദികളുമാണെന്ന് ഊന്നിപ്പറയുകയുണ്ടായി. ഇന്ത്യയിലെ സാമുദായിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ അതിശക്തമായിരുന്നു എന്നർത്ഥം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരകൾക്ക് പോലും വെറുപ്പുമായിട്ടോ വർഗീയതയുമായിട്ടോ പലപ്പോഴായിട്ട് ബന്ധം ഉണ്ടായിരിക്കില്ല. മിക്ക കലാപങ്ങളിലും ഇരകളിൽ ഭൂരിഭാഗം പേരും നിരപരാധികളായിരിക്കും. വർഗീയ വിദ്വേഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നിരപരാധികളായ മനുഷ്യരായിരിക്കും കൊല ചെയ്യപ്പെടുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മിക്ക കേസുകളിലും അക്രമം നടത്തുന്നവരും അക്രമത്തിനിരയാകുന്നവരും വ്യത്യസ്ത വ്യക്തികളായിരിക്കും. ഇരയാകുന്ന മനുഷ്യർ വളരെ സാധാരണപ്പെട്ട വളരെ സാധു മനുഷ്യരായിരിക്കും എന്നർത്ഥം. മറ്റൊരു ഇന്ത്യയിലെ വർഗീയ കലാപത്തിന്റെ മറ്റൊരു സവിശേഷത പ്രത്യേകത എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിലാണ് കലാപങ്ങൾ കൂടുതലായിട്ട് നടന്നത്. കണക്കുകൾ പ്രകാരം ദക്ഷിണേന്ത്യയെ അപേക്ഷിച്ച് വടക്കേ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലാണ് വർഗീയ കലാപങ്ങൾ കൂടുതലായി നടന്നത്. ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളുടെ മറ്റു ചില സവിശേഷതകളുണ്ട്. മതപരമായ ആഘോഷങ്ങൾക്കിടയിലാണ് മിക്ക കലാപങ്ങളും നടന്നത് എന്നതൊരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വെച്ചുകൊണ്ട് പലപ്പോഴായിട്ട് വർഗീയ കലാപങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സംസ്ഥാന സർക്കാരുകൾ വർഗീയ കലാപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ വർഗീയ കലാപങ്ങൾ രാഷ്ട്രീയ വർഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നന്നായി ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സർക്കാരുകളുടെ മൗനാനുവാദത്തോടുകൂടി ചില വർഗീയ കലാപങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപത്തിന്റെ
ചില സവിശേഷതകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് വർഗീയത ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രതിരോധ നടപടികൾ എന്നാണ് നമ്മളിനി നോക്കുന്നത്. ഒന്ന്, വർഗീയ പാർട്ടികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. വർഗീയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സർക്കാരുകൾ നിരോധിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യണം. വർഗീയത പ്രചരിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ രാജ്യം നിതാന്ത ജാഗ്രത പുലർത്തണം. മറ്റൊന്ന്, ഭൂതകാല പൈതൃകത്തിൻ്റെ കൈമാറ്റമാണ്. രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി എല്ലാ മനുഷ്യരുടെയും സംയോജിപ്പിച്ച ചരിത്രത്തിൻ്റെ മഹത്തായ നിമിഷങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദേശീയതയുടെ വികാരങ്ങൾ ജനങ്ങളിൽ ഉയർത്തുകയാണ് വേണ്ടത്. ചരിത്രത്തെ വളച്ചൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം എല്ലാ മനുഷ്യരും ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എന്ന് നമ്മളുടെ രാജ്യത്തെ ജനങ്ങളെയും പുതുതലമുറയെയും പഠിപ്പിച്ചു കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ വർഗീയതയെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, വർഗീയതയ്ക്കെതിരെ പൊതുജനാഭിപ്രായം രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇതര സമുദായങ്ങളോടുള്ള ആളുകളുടെ മനോഭാവം മാറ്റാൻ മാധ്യമങ്ങളിലൂടെ പരിശ്രമിക്കണം. വർഗീയതയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങൾ എല്ലാവരും ബോധവാന്മാരാവണം. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുജനാഭിപ്രായം വർഗീയതയ്ക്കെതിരെ ഉണ്ടായിരിക്കണം. നാലാമത്തത്, ഇന്റർ റിലീജിയൻ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വിവിധ സമുദായങ്ങളിൽ ആളുകൾക്ക് പരസ്പരം അടുത്തിടപഴകാനും അടുത്തറിയാനും അവസരമുണ്ടാവുകയും വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ അംഗങ്ങൾക്കിടയിലുള്ള സാമൂഹിക അകലം കുറയ്ക്കുകയും ജാതി മതഭേദമന്യേ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ വർഗീയത ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ എന്താണ് മതമൗലികവാദം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. റിലീജിയസ് ഫണ്ടമെന്റലിസം, മതമൗലികവാദം. എന്താണ് മതമൗലികവാദം? തങ്ങളുടെ മതം മാത്രമാണ് ശരിയെന്നും തങ്ങളുടെ മതത്തിൻ്റെ കർക്കശവും പരമ്പരാഗതവുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും തങ്ങളെപ്പോലെ മറ്റുള്ളവരും അനുസരിക്കണമെന്നുമുള്ള ആശയമാണ് മതമൗലികവാദം. ആധുനികവും മതേതരവുമായ മൂല്യങ്ങളുടെ നിരാകരണവും അതേസമയം പരമ്പരാഗത മൂല്യങ്ങളുടെ കർക്കശമായ അനുസരണവും മതമൗലികവാദത്തിൽ ഉൾപ്പെടുന്നു. പലപ്പോഴും മതമൗലികവാദം തീവ്രവും വിദ്വേഷവും അക്രമാസക്തവുമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു. ഒരേ മതവിശ്വാസം പങ്കിടാത്ത ആളുകളോടുള്ള വിവേചനത്തിനും അസഹിഷ്ണുതക്കും മതമൗലികവാദം കാരണമാകും. മതമൗലികവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന പ്രശ്നമാണ്. മതമൗലികവാദ ഗ്രൂപ്പുകൾ സർക്കാർ നയങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മതമൗലികവാദവുമായി ബന്ധപ്പെട്ട ചില പ്രധാന പ്രശ്നങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത്തത്, ഹിന്ദുത്വ മതമൗലികവാദം. രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ ഹിന്ദു മതമൗലികവാദ ഗ്രൂപ്പുകൾ ഹിന്ദു ദേശീയതയും ന്യൂനപക്ഷ വിരുദ്ധ വികാരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ്. ഇത് ഇന്ത്യയിലെ മറ്റു ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഭീഷണിയാവുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിൽ വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിന്ദുത്വ മതമൗലികവാദ ഗ്രൂപ്പുകൾ ഇന്ത്യ രാജ്യത്ത് തീവ്ര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തെ തന്നെ തകർക്കുന്നതാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, വർഗീയ അക്രമമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ആക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ ആവർത്തിച്ചുള്ള പ്രശ്നമാണ് ഇന്ത്യയിൽ. പലപ്പോഴും ഇത് മതമൗലികവാദം കൊണ്ടുണ്ടാവുന്നതാണ്. മതമൗലികവാദം പലപ്പോഴും ഇന്ത്യയിലെ വർഗീയ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമീപ വർഷങ്ങളിൽ 2013 മുസാഫർ നഗർ കലാപവും 2020 ഡൽഹി കലാപവും മതമൗലികവാദത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ സ്വാധീനത്തെ അത് വ്യാപകമായി ആശങ്കപ്പെടുത്തുകയാണ് മതമൗലികവാദം ചെയ്യുന്നത്. പശു സംരക്ഷണമാണ് മറ്റൊരു മതമൗലികവാദ പ്രശ്നം. ഹിന്ദു വിശ്വാസപ്രകാരം പവിത്രമായി കരുതുന്ന പശുക്കളെ സംരക്ഷിക്കാൻ കർക്കശമായ നിയമങ്ങൾക്കായി ഹിന്ദുത്വവാദ ഗ്രൂപ്പുകൾ പ്രേരിപ്പിക്കുന്നതോടെ പശു സംരക്ഷണത്തിൻ്റെ പേരിൽ സമീപ വർഷങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് പോകാറുണ്ട്. പശു തങ്ങളുടെ ദൈവമാണ് എന്ന് പറയുന്നത്
സ്വാഭാവികമായിട്ടും അത് മറ്റുള്ള ഗ്രൂപ്പുകളും മറ്റുള്ള മതക്കാരും അത് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അത് മതമൗലികവാദ പ്രശ്നമാണ്. ഇത് പലപ്പോഴും കന്നുകാലി കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കും ദളിതുകൾക്കും നേരെയുള്ള പല കുറി അക്രമ സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതും മതമൗലികവാദത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. നാലാമത്തത് നിർബന്ധിത മതപരിവർത്തനമാണ്. നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെയോ പ്രേരണയോ ആരോപിച്ച് ഇന്ത്യയിൽ പലപ്പോഴും കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും മതമൗലികവാദത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നില്ല ഈ മതമൗലികവാദികൾ. തങ്ങളുടെ മതം മാത്രമാണ് ശരി, അതുകൊണ്ട് തങ്ങളുടെ മതം സ്വീകരിക്കണം എന്ന് ഇവർ കാർക്കശം പഠിക്കുന്നു. മൊത്തത്തിൽ ഇന്ത്യയിലെ മതമൗലികവാദത്തിന് കാര്യമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ട്. അത് അക്രമത്തിനും വിവേചനത്തിനും വർഗീയ സംഘർഷത്തിനും ഇടയാക്കും. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വിവിധ മതങ്ങളുടെ ആവശ്യങ്ങൾ സന്തുലിതമാക്കുക എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്.